ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു പാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് തന്നെ ഇതൊരു തുടക്കമാണ്. മറ്റു പാലങ്ങളെല്ലാം തന്നെ ദീപാലങ്കൃതമാകാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ? അല്ല, ഇപ്പോൾ ടൂറിസം പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഡിസൈൻ പോളിസി വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. 2 ദിവസത്തെ ശില്പശാലയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഈ മേഖലയിലുള്ള വിദഗ്ധർ വന്നിരുന്നു. അതിൽ ഉയർന്നു വന്ന ഞങ്ങൾ മുന്നോട്ട് വെച്ചൊരു ആശയമാണ്. അതിന് വലിയ ചർച്ചകൾ വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് തുടക്കം ഒരു പാലം ചെയ്യുക, 2 പാലം ചെയ്യുക. അങ്ങനെയാണ് ഒന്ന് ഇതും ഒന്ന് എറണാകുളം ജില്ലയിലൊരു പാലവും തിരഞ്ഞെടുത്തത്. ഈ പാലാണെങ്കിൽ നേരത്തെ അപകടാവസ്ഥയിലായിരുന്നു. ഇതിൻ്റെ ഈ ബ്രേസിങ്സ് ഒക്കെ ദ്രവിച്ച് പൊട്ടി വീണ ആളെ തലയിൽ വീഴാൻ പോയതാണ്. അത് 2022 തന്നെ നവീകരിച്ചു. നല്ല നിലയിൽ അതൊക്കെ പഴയ സ്ഥിതിയായി പെയിന്റ് അടിച്ചു, പുതിയ പെയിന്റിംഗ് ഒക്കെ ചെയ്തു. അപ്പോൾ ഈ പാലം തിരഞ്ഞെടുക്കണം എന്ന് പൊതുവെ വന്നു, അഭിപ്രായം വന്നു. അത് ഏറ്റെടുത്തപ്പോൾ ജനങ്ങൾ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു. നിങ്ങൾ കണ്ടില്ലേ ഇതിൽ. ഗതാഗത കുരുക്കിന് കൂടെ പരിഹാരം കാണുന്ന തരത്തിലേക്ക് ഇനി 2 പദ്ധതികളിലൂടെ നേരത്തെ പദ്ധതികൾ എത്രയും വേഗം നടപ്പിലാക്കണം. അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ നടന്നുകൊണ്ട് അതും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഭാവിയിലൊരു പുതിയ പാലം ഇവിടെ വരാനുള്ള പദ്ധതിയുണ്ട്. അതും വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതിനു വേണ്ടി മാത്രം മാറ്റാം. ഒരു ടൂറിസത്തിനായിട്ടല്ലേ? ടൂറിസത്തിന് വേണ്ടി മാത്രം ഒരു പാലം അങ്ങനെ മാറും. ഇനിയിപ്പോൾ സെൽഫി പോയിന്റ് ഒപ്പം തന്നെ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടില്ല. ഇനി കൂടാതെ മറ്റ് ഗാനമേള നടത്താനുള്ള സൗകര്യം. ഗാനമേള ഈ പ്രദേശത്തെ നിരവധി കലാകാരന്മാർക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് പരിപാടികൾ അവതരിപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കും. ഈ പാലത്തിനൊട്ടൊരു ചരിത്രമുണ്ട്. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഒരു പ്രധാന കേന്ദ്രമായി നിന്ന പാലമാണ്. ഇതിനോട് ചേർന്ന് നമുക്കറിയാം റെയിലുണ്ട്. വടക്കുനിന്നും തെക്കോട്ട് പോകുന്ന സന്ധ്യാസമയങ്ങളിൽ പോകുന്ന ട്രെയിനിലുള്ള യാത്രക്കാർക്കും ഇതൊരു വലിയ കാഴ്ചയാണ്. ഈ ട്രാഫിക് ബ്ലോക്ക് ഇവിടുത്തെ കുറേ കാലത്തെ പ്രശ്നമാണ്. ഇപ്പോൾ ഈ പാലമായിട്ട് മാത്രം ബന്ധപ്പെട്ടായിരുന്നു ദീർഘകാലത്തെ പ്രശ്നമാണ് ട്രാഫിക് ബ്ലോക്ക്. അത് പരിഹരിക്കാൻ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന 2 കാര്യം സർക്കാർ ചെയ്തു. ഒന്ന്, ഇതിനടുത്ത് ഒരു മേൽപ്പാലം വരാൻ വേണ്ടി പോകും, ചെറുവണ്ണൂർ മേൽപ്പാലം. കുറച്ചപ്പുറത്ത് മീൻചന്ത ഒരു മേൽപ്പാലം വരാൻ വേണ്ടി പോകും. 2 കൂടി വേണ്ടി 255 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത്. ഇതിന് പുറമെ ഈ പേട്ട ജംഗ്ഷൻ കേരളത്തിലെ ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്തെ മുഴുവൻ പാലങ്ങൾ ഇതേപോലെ തന്നെ ദീപാലങ്കൃതമാകട്ടെ. ടൂറിസത്തിന് ഒരു പുതിയ മുഖം വരട്ടെ. ഇവിടെ നിൽക്കുമ്പോൾ ഒരു നല്ലൊരു കളർഫുൾ അറ്റ്മോസ്ഫിയർ. തീർച്ചയായിട്ടും നല്ല വൈബാണ്. ഓക്കെ, താങ്ക് യു.